താങ്കളുടെ 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത്? ഒരു 10 മാസം മുമ്പ് 10 മാസമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു. സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായി ഞങ്ങളിത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു. വീണ്ടും ഇവര് തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി. അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല, സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും. അപ്പൊ അതിൽ നിന്നാണ് വീണ്ടും ഇവര് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോക്കോ, ഞങ്ങൾ വേറെ മൂഡിലാണ്, തട്ടിക്കളയുന്നുള്ള രീതിയിലാണ് ഇവര് പറയണത്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ലഹരി കൊടുക്കുന്ന ആള്. അതെ, സപ്ലയർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരൊരു ഗ്യാങ് ഉണ്ട്. എളമക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരൊരു ഗ്യാങ് ഉണ്ട്. അത് പല കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ്. അവരെല്ലാരും കൂടി ചേർന്നിട്ട് ഗ്യാങ് അയക്കണേണ്. ഇവര് ഈ കഞ്ചാവ് മാത്രമല്ല, എന്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള എന്റെ അന്വേഷണത്തിൽ നിന്നാണ്. പിന്നെ ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയപ്പോ ഇതേപോലെ തന്നെയല്ല മറ്റുള്ള മാതാപിതാക്കളും. അപ്പൊ ഇനി ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് എങ്ങനെയാണ് ഇതിലേക്ക് പോയി പെടുന്നത്? ഇപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇത് ആദ്യം കൊടുക്കുന്നത്? എങ്ങനെയാണ് അത് ഇവര് കണ്ടപ്പോഴത്തേക്ക് കിൻഡർ ജോയ് ആദ്യം കൊടുത്തെന്ന് പറയുന്നത്. കിൻഡർ ജോയിൽ ഒരു പൊടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കിൻഡർ ജോയിൽ ഒരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവര് ഈ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് കാണുമ്പോൾ ഡയറി മിൽക്ക് കൊടുക്കുന്നു പറയും. ഈ ഡയറി മിൽക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഈ ഡയറി മിൽക്കിൽ ഇവര് എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം, ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. അത് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത്. കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, 24 ന്യൂസിലെ ഹാഷ്മി സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് സപ്പോർട്ട് കിട്ടും. അപ്പം ഞാനവിടെ തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സായിരുന്നു. എനിക്ക് ആരോട് പറയണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനിത് ഫുൾ വീഡിയോസ് അയച്ചു തരുന്നത്. ചേട്ടാ, നമ്മൾ വളരെ വിശദമായ വാർത്ത ചെയ്യുന്നു. ചേട്ടാ, എനിക്കറിയേണ്ടത്, ഇത് വളരെ യാദൃശികമായി ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഈ കുട്ടിയെ കാണാതായപ്പോൾ അങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്, വീട്ടിൽ വന്ന് പിടിച്ച് അതിന്റെ പിന്നാലെ ചേട്ടൻ നടത്തുന്ന അന്വേഷണത്തിൽ ഇതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിനകത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ? അതെ. അത് മാത്രമല്ല, ഇവർക്ക് വലിയ മുതിർന്നവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. വെണ്ണല സ്കൂളിന്റെ അവിടെ ഉള്ള ഒരു ബായിയാണ് ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നത്, ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത്. ഇവരെ എല്ലാ വീഡിയോസും പിന്നെ നോർത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ഈ കഞ്ചാവ് കിട്ടുന്ന ഏരിയ ഇവർ പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്. ഇവരെ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട്. ഇവര് രാത്രി ആകുമ്പോഴത്തേക്കും 7 മണിയാകുമ്പോൾ പണിക്കിറങ്ങാന്നാണ് ഇവര് പറയണത്, തമ്മി പറയണത്. ഈ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പറയുന്നത് ട്യൂഷന് പോകാന്നൊക്കെ പറയുമായിരിക്കും. എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പോകുന്നു, ഇത് മേടിക്കുന്നു, കൊടുക്കുന്നു. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ സ്കോർ എന്നാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ, ഇത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ. എനിക്ക് ഇതൊക്കെ അവരുടെ ചാറ്റിങ്ങിൽ നിന്ന് മനസ്സിലായതാ. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ അവർ ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിലുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്, ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട്. ഒരു കടയില് ഉച്ചക്ക് കത്തിരിക്കടയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനാന്ന് ചേട്ടാ, നമ്മൾ ഈ ഒരു സിഗരറ്റ് വാങ്ങുന്ന പോലൊന്നും അല്ലല്ലോ. ഇതിന് ഒരു ഒറ്റത്തവണ ഇണ്ടേക്കിന് 1000, 2000, 3000 രൂപ ചെലവ് വരുമ്പോ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പണം കണ്ടെത്തുക? പണം കണ്ടെത്താൻ മോഷണം അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ അമ്മയോട് ചോദിക്കുക, അമ്മ പൈസ കൊടുക്കുന്നതിൽ കൊല്ലുക. എല്ലാം സാധാരണ വീട്ടിലെ കുട്ടികളെ അവര്. ഇത് ചേട്ടൻ സ്കൂളിൽ പറഞ്ഞോ? സ്കൂളുകളിലൊക്കെ പറഞ്ഞോ? ഞാൻ സ്കൂളിൽ പറഞ്ഞ് ഇവരെ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ നാർക്കോട്ടിക്സ് വിഭാഗത്തിലേക്കുള്ള എന്റെ അന്വേഷണം ഉണ്ട്. എനിക്ക് എവിടെ കൊടുക്കണമെന്ന് അറിയില്ല. ഞാൻ അവരെ ഡീറ്റെയിൽ കിട്ടിയാൽ ഞാൻ അവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും.